നമസ്കാരം. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ ഹുസൈൻ റാണ കൊച്ചി സന്ദർശിച്ചത് എന്തിനെന്ന ചോദ്യം പ്രസക്തമാണ്. ചിലരെ കാണാനായിരുന്നു കൊച്ചിയിലെത്തിയതെന്നാണ് സൂചന. മുംബൈ ഭീകരാക്രമണത്തിന് മുൻപാണ് എത്തിയത്. തഹാവൂർ ഹുസൈൻ റാണ എന്ന പേരിൽ തന്നെയും ഹോട്ടലിൽ മുറിയെടുത്ത് 3-4 ദിവസം തങ്ങി. താജ് ഹോട്ടലായിരുന്നു താല്പര്യം. ചില തീവ്രവാദ ബന്ധമുള്ള മലയാളികളും റാണയെ കണ്ടു. അതിനുശേഷമാണ് കേരളത്തിലും തീവ്രവാദ സ്ലീപ്പർ സെല്ലുകൾ സജീവമായതെന്നാണ് വിലയിരുത്തൽ. കേരളത്തിൽ നിന്നുള്ള സഹായം മുംബൈ ആക്രമണത്തിന് ഉറപ്പുവരുത്തിയാണ് റാണ കേരളത്തിൽ നിന്നും മടങ്ങിയതെന്നാണ് സൂചന. റാണയെ കൊച്ചിയിൽ നേരിട്ടെത്തിച്ച് തെളിവെടുക്കുന്നത് NIA പരിഗണനയിലുണ്ട്. എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം അതിന് സാധ്യത കുറവാണ്. ആരെയാണ് കണ്ടത് എന്ന് റാണ മൊഴി നൽകിയാൽ അവരെ NIA അറസ്റ്റ് ചെയ്യും. കുറ്റപത്രം നൽകി 14 വർഷത്തിന് ശേഷമാണെങ്കിലും റാണയെ വിട്ടുകിട്ടിയത് ഇന്ത്യക്ക് നേട്ടമാണ്. ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ വിശ്വസ്തനാണ് റാണ. മുംബൈ ഭീകരാക്രമണം നടന്ന് പിറ്റേ വർഷമാണ് ഹെഡ്ലി അമേരിക്കയിൽ അറസ്റ്റിലാകുന്നത്. ഒരു വർഷത്തിന് ശേഷം NIA ഇയാളെ ചോദ്യം ചെയ്തു. ലോക്നാഥ് ബെഹ്റയായിരുന്നു അതിന് നേതൃത്വം നൽകിയത്. ബെഹ്റയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം 10 ദിവസം അമേരിക്കയിൽ തങ്ങി. ജയിലിലെത്തി 72 മണിക്കൂർ നടത്തിയ ചോദ്യം ചെയ്യലിനോട് ഹെഡ്ലി സഹകരിച്ചതായി ബെഹ്റ വ്യക്തമാക്കി. മുംബൈ ഭീകരാക്രമണത്തിൽ ഹെഡ്ലിക്കൊപ്പം റാണയുടെ പങ്കിനെക്കുറിച്ചും NIAക്ക് ചില സൂചനകൾ കിട്ടിയിരുന്നു. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ FBI-യും വിവരം കൈമാറി. ഹെഡ്ലിക്ക് ഇന്ത്യയിലെത്താനും മുംബൈയിലെ ആക്രമണ സ്ഥാനങ്ങൾ കണ്ടെത്താനും വിസ സംഘടിപ്പിച്ച് നൽകിയത് റാണയായിരുന്നു. ഇതിനായി റാണ മുംബൈയിൽ ഒരു സ്ഥാപനം പോലും തുടങ്ങി. കേരളത്തിൽ എന്തിനെത്തി എന്നതടക്കം NIA പരിശോധിക്കും. വിശദ ചോദ്യം ചെയ്യലും നടത്തും. കേരളത്തിലെ തീവ്രവാദത്തിന്റെ വേരുകളർക്കാൻ ഇതിലൂടെ കഴിയുമെന്നാണ് വിലയിരുത്തൽ. കേരളത്തിൽ തങ്ങിയ റാണ പിന്നീട് മുംബൈയിലേക്ക് മടങ്ങുകയായിരുന്നു. മുംബൈ ഭീകരാക്രമണത്തിന് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു സംഭവത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളായ റാണയുടെ കൊച്ചി സന്ദർശനം. കൊച്ചിക്ക് പുറമെ ഡൽഹി, ആഗ്ര, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലും റാണ എത്തിയിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. 2008 നവംബർ 16 തഹാവൂർ റാണ കൊച്ചിയിലെത്തിയത്. മുംബൈ ഭീകരാക്രമണം നടന്ന് ഒരു വർഷത്തിനു ശേഷം ഇയാൾ വിദേശത്ത് വെച്ച് പിടിയിലായപ്പോഴാണ് കൊച്ചി സന്ദർശനത്തെക്കുറിച്ച് വിവരം ലഭിച്ചത്. റാണ കൊച്ചിയിലെ ഹോട്ടലിൽ തങ്ങിയെന്ന് കണ്ടെത്തിയെങ്കിലും ഇയാളുടെ സന്ദർശന ഉദ്ദേശം അവ്യക്തമാണ്. ഏതെങ്കിലും രഹസ്യ യോഗത്തിനായിരിക്കാം റാണ കൊച്ചിയിലെത്തിയതെന്നാണ് സൂചന. കൊച്ചി സന്ദർശനം സംബന്ധിച്ച് NIA നടത്തിയ അന്വേഷണത്തിൽ വിദേശ റിക്രൂട്ട്മെന്റ് നടത്താനെന്ന വ്യാജേനയാണ് റാണ മറൈൻ ഡ്രൈവിലെ ഹോട്ടലിൽ തങ്ങിയതെന്ന് കണ്ടെത്തി. US, കാനഡ എന്നിവിടങ്ങളിൽ ജോലി അവസരമുണ്ടെന്ന് കാട്ടി ഇയാൾ പരസ്യം നൽകിയിരുന്നുവെന്നും NIA കണ്ടെത്തിയിരുന്നതായി റിപ്പോർട്ടുണ്ട്. റാണയെ വിശദമായി ചോദ്യം ചെയ്യും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നേരിട്ട് ചോദ്യം ചെയ്യൽ നിരീക്ഷിക്കും. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ചിചാവത്നിയിൽ ജനിച്ച പാക് പട്ടാളത്തിൽ ഡോക്ടറായി സേവനം ചെയ്തിരുന്നയാളാണ് അമേരിക്കയിൽ നിന്നും നിയമവഴിയിൽ ഇന്ത്യ കൊണ്ടുവന്ന പിടികിട്ടാപ്പുള്ളി തഹാവൂർ ഹുസൈൻ റാണ. 90കളുടെ അവസാനം ഭാര്യയോടൊപ്പം കാനഡയിലേക്ക് കുടിയേറിയ റാണയ്ക്ക് കനേഡിയൻ പൗരത്വമുണ്ട്. പിന്നീട് US-ലെ ചിക്കാഗോയിലേക്ക് കടന്ന റാണ അവിടെ വിവിധ ബിസിനസ് സംരംഭങ്ങളിലേക്ക് കടന്നു. ഷിക്കാഗോയിലും ന്യൂയോർക്കിലും ടൊറന്റോയിലും ഓഫീസുള്ള ഇമിഗ്രേഷൻ ഏജൻസിയും ഉണ്ടായിരുന്നു. ഹലാൽ അറവശാലയും നടത്തി. അധ്യാപകനായിരുന്ന പിതാവും സഹോദരനും റാണയുടെ ഒട്ടാവയിലെ വസതിയിലാണ് താമസിക്കുന്നത്. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ലക്ഷറി തൊയ്ബ ഭീകരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ ബാല്യകാല സുഹൃത്താണ് തഹാവൂർ റാണ. മുംബൈ ഭീകരാക്രമണത്തിന് പുറമെ ഡാനിഷ് പത്രത്തിനെതിരെയുള്ള ആക്രമണ പദ്ധതിയിലും റാണ പ്രതിയായിരുന്നു. പാക് ചാരസംഘടനയായ ISI-യുമായി ബന്ധം ആരോപിക്കുന്നുണ്ട്. 2008 നവംബർ 26 മുംബൈ ഭീകരാക്രമണത്തിൽ ഹെഡ്ലിക്കൊപ്പം ഗൂഢാലോചനകളിൽ റാണയും പങ്കാളിയായെന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്. ആക്രമണത്തിന് മുൻപ് 2008 നവംബർ 11 മുതൽ 21 വരെ ദുബായ് വഴി റാണ ഇന്ത്യയിലെത്തിയിരുന്നു. ഭീകരാക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് 2009 ഒക്ടോബറിൽ ഹെഡ്ലിയും റാണയും ഷിക്കാഗോ വിമാനത്താവളത്തിൽ വെച്ച് FBI-യുടെ പിടിയിലായി. മുംബൈ ഭീകരാക്രമണ കേസിൽ നേരിട്ട് ബന്ധമുണ്ടെന്ന് തെളിയിക്കാനായില്ലെങ്കിലും ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകിയതിന് US കോടതി റാണയെ ജയിലിലടച്ചു. 2011 ഡിസംബർ 24 റാണയെ വിട്ടുതരണമെന്ന് NIA അമേരിക്കയോട് അഭ്യർത്ഥിക്കുന്നത്. അന്നു മുതൽ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിനെതിരെ റാണ നിയമ പോരാട്ടത്തിലായിരുന്നു. US സുപ്രീം കോടതി അപ്പീലുകൾ തള്ളിയതോടെയാണ് റാണയെ ഇന്ത്യയിൽ എത്തിച്ചത്. ഹെഡ്ലിയുമായി നടത്തിയ ഇമെയിൽ ആശയവിനിമയത്തിൽ നിന്നും മുംബൈ ആക്രമണം ആസൂത്രണം ചെയ്യുന്നതിലുള്ള റാണയുടെ പങ്ക് വ്യക്തമായിരുന്നു. ആക്രമണത്തിൽ പങ്കുവഹിച്ച ISI-കാരനായ മേജർ ഇക്ബാലുമായി നേരിട്ട് ബന്ധം. മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചനയിൽ റാണയ്ക്ക് പങ്കുണ്ടെന്ന ഇന്ത്യയുടെ വാദം അംഗീകരിച്ച് 2023 മെയ് 18 റാണയെ കൈമാറാൻ US തീരുമാനിച്ചു. ഇതിനെതിരെ US-ലെ വിവിധ ഫെഡറൽ കോടതികളിൽ റാണ നൽകിയ അപേക്ഷ തള്ളിയതോടെ കഴിഞ്ഞ നവംബർ 13 റാണ സുപ്രീം കോടതിയെ സമീപിച്ചു. ഫെഡറൽ കോടതികളുടെ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് റിട്ട് അപ്പീൽ 21 സുപ്രീം കോടതിയും തള്ളി. ഇന്ത്യക്ക് കൈമാറാൻ 2025 ജനുവരി 25 US സുപ്രീം കോടതിയും അനുമതി നൽകി.